ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വൃത്തിക്കും ഭംഗിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിൽ എല്ലാ വിധത്തിലുള്ളതായ സൗഭാഗ്യങ്ങളും ഇവരുടെ കൂടെയുണ്ടെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് മനസ്സുഖം കുറഞ്ഞവരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കാണാറ്. എന്നാലോ മറ്റുള്ളവരുടേതായിട്ടുള്ള വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരം പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നവരാണെങ്കിലും ഇവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ പല സമയങ്ങളിൽ സ്വയം വിഷമിക്കുന്നവരായിട്ടും ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട്. എന്നാൽ ഇവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏതു ജോലിയായാൽ പോലും അത് വൃത്തിയായിട്ടും അത് ഭംഗിയായിട്ടും ചെയ്യുന്നവരാണ്. മേടം രാശിയിലാണെങ്കിൽ 15 നാഴികയും ഇടവം രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം. അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയുടേതായിട്ടുള്ള ഈ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും 5-ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും 7.5 ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ധനപരമായിട്ടും കുടുംബപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധനസ്ഥാനാധിപനായും ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും ധനസന്താനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും മൂലം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും 7.5 ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധനച്ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമാണ് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോടു കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടും പിന്നീട് ഈ സൂര്യൻ ബുധനോടുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. തൊഴിൽപരമായിട്ടാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്.
എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, കർമാധിപനായിരിക്കുന്ന ശനീശ്വരൻ 7.5 ശനിയിലൂടെ 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീലപ്പട്ട് സമർപ്പിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ഔദ്യോഗിക മേഖലകളിലും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അതുമൂലം മനസ്സന്തോഷത്തിനും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റേതായ അനുകൂല സ്ഥിതി മൂലവും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. ധനസന്താന കാരകത്വം വഹിക്കുന്നതായിട്ടുള്ള സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭാധിപനായിക്കൊണ്ട് ധനസ്ഥാനമായിട്ടുള്ള 2ാം ഭാവത്തിൽ നിൽക്കുന്നതും 2ാം ഭാവനാഥനായിരിക്കുന്ന ബുധൻ്റേതായ അനുകൂല സ്ഥിതി മൂലം ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിയും മനസ്സന്തോഷത്തിനും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7ാം ഭാവാധിപതി സുഖസ്ഥാനത്ത് കേതുവുമായിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.